മിഡിൽ ഈസ്റ്റിലുള്ള പ്രതിസന്ധിയിൽ നിന്നും നമ്മുടെ സഹോദരങ്ങൾക്ക്, ലോക ജനതക്ക് മോചനം കിട്ടാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ നാസിലത്തിന്റെ ഖുനൂത്ത് ഓതാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഹ്രസ്വമായ രൂപമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇത് പള്ളിയിൽ നിന്ന് ഉസ്താദ് ചെയ്താൽ മതിയോ, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, എല്ലാം ഞാൻ ക്ലിയർ ചെയ്യാം. നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, മാറാവ്യാധികൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിൽ നിന്നും ഉമ്മത്തിന് മോചനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഫർള് നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിൽ അതിന്റെ എഴുത്തിദാലിൽ നമ്മൾ ചൊല്ലേണ്ട ഖുനൂത്താണ് യഥാർത്ഥത്തിൽ നാസിലത്തിന്റെ ഖുനൂത്ത്. സന്ദർഭോചിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇനി സാധാരണ നമ്മൾ ചൊല്ലുന്ന സുബ്ഹിക്ക് ചൊല്ലുന്ന ഖുനൂത്ത് ഓതിയാലും നാസിലത്തിന്റെ ഖുനൂത്താകും. ഇനി ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ? ഒറ്റക്കും ചെയ്യാം, ജമാഅത്തായിട്ടും ചെയ്യാം. ഇതൊന്നും പ്രശ്നമില്ല. ഫർള് നിസ്കാരങ്ങളുടെ അവസാനത്തെ റക്അത്തിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ബിഉർ മഊന എന്ന സ്ഥലത്ത് വെച്ച് ചതിയിലൂടെ കൊല്ലപ്പെട്ട സ്വഹാബികളുടെ കൊലയാളികൾക്കെതിരെ ഒരു മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാസിലത്തിന്റെ ഖുനൂത്ത് ഓതിയിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഇനി ഇത് മറന്നുപോയാൽ കുഴപ്പമുണ്ടോ? മറന്നുപോയാൽ സഹവിന്റെ സുജൂദൊന്നും ചെയ്യേണ്ടതില്ല. ഒന്ന് രണ്ട് പ്രാർത്ഥന ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട. സാധാരണ സുബ്ഹിക്ക് നമ്മൾ ഓതുന്ന ഖുനൂത്ത് അങ്ങ് ഓതിയാൽ മതി. നിങ്ങൾക്ക് പറ്റുന്ന മുഴുവൻ ആളുകളിലേക്കും ഇത് ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യണം. അവനവന്റെ ഒറ്റയ്ക്കുള്ള നിസ്കാരത്തിൽ പരമാവധി നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നാസിലത്തിന്റെ ഖുനൂത്ത് ഓതണം. നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. കൂട്ടമായ പ്രാർത്ഥനയിലൂടെ ഈ പ്രതിസന്ധിയിലും നമുക്ക് പരിഹാരം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ.